നമസ്കാരം. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയാണ്. അദാനി ഗ്രൂപ്പ് തങ്ങളുടെ ഓഹരി കൈമാറാൻ നടത്തുന്ന നീക്കങ്ങളും അതിനെ ചൊല്ലി CPM-നകത്ത് ഉയരുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളും വലിയ രാഷ്ട്രീയ കോലിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലെ വസ്തുതകൾ? വിഴിഞ്ഞം കരാർ പ്രകാരം 25% കൂടുതൽ ഓഹരി കൈമാറ്റം നടത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാണ്. എന്നാൽ സർക്കാർ അറിയാതെ അദാനി ഗ്രൂപ്പ് MSC എന്ന കമ്പനിക്ക് 49% ഓഹരി കൈമാറാൻ ശ്രമിക്കുന്നു എന്നതാണ് പ്രധാന ആരോപണം. തുറമുഖത്തിന്റെ നിയന്ത്രണം അദാനിയും MSCയും ചേർന്ന് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് CPM നേതൃത്വം ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്ന സ്വരങ്ങൾ ഉയരുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത. ഒരു വശത്ത് കരാറിലെ ലംഘനങ്ങളെ രൂക്ഷമായി വിമർശിച്ച് പാർട്ടി നേതൃത്വം നിൽക്കുമ്പോൾ മറുവശത്ത് മുതിർന്ന നേതാവ് EP ജയരാജന്റെ പ്രതികരണം അല്പം വ്യത്യസ്തമാണ്. പദ്ധതിയെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കേണ്ടതില്ലെന്നും വികസനം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. വിഷയത്തിൽ അതിശക്തമായ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധമായ ഇത്തരം ഓഹരി മാറ്റങ്ങൾ അനുവദിക്കാൻ കഴിയില്ലെന്നും തുറമുഖം സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെ നിലനിർത്തണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. സർക്കാരിന്റെ വീഴ്ചയായി ഇതിനെ ചിത്രീകരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. പാർട്ടിയിൽ യാതൊരുവിധ ഭിന്നതയില്ലെന്നും ഇതെല്ലാം വ്യാജ പ്രചരണങ്ങൾ മാത്രമാണെന്നുമാണ് ഔദ്യോഗിക നേതൃത്വത്തിന്റെ മറുപടി. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ വലിയ സ്വപ്ന പദ്ധതിയാണ്. അതിനാൽ തന്നെ ഈ വിവാദങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും എന്നത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു വലിയൊരു വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്.